ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്നോടെ നോക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാറ്റി ഫിഷ് വളരെ വേഗം തന്നെ ബ്രീഡ് ആവാൻ, അതുപോലെ തന്നെ അവയുടെ വളർച്ചയും കാര്യങ്ങളൊക്കെ തന്നെ വളരെ വേഗം വർദ്ധിക്കുവാനും സഹായിക്കുന്ന കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ 50K ആകാറായിട്ടുണ്ട്. സോ എല്ലാവരും തന്നെ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. പ്ലാറ്റി ഫിഷ് നമ്മൾ വളർത്താൻ എടുക്കുന്ന സമയത്ത് ഒരിക്കലും തന്നെ നമ്മൾ തീരെ ചെറിയ ബൗളുകളിലോ അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിലോ ഒന്നും തന്നെ ഇവ ഇടാനായിട്ട് ശ്രമിക്കരുത്. എപ്പോഴും തന്നെ നമ്മൾ അത്യാവശ്യം വലിപ്പമുള്ള ഫിഷ് ടാങ്കിലും അതുപോലെ തന്നെ ഫിഷ് പോണ്ടിലും ഒക്കെ ഇവ ഇടുന്നതാണ് ഇവയുടെ ഗ്രോത്തിനും കാര്യത്തിനൊക്കെ ഏറ്റവും നല്ലത്. പിന്നെ നിങ്ങൾക്ക് ഇവയെ വളരെ വേഗം തന്നെ ബ്രീഡ് ചെയ്യിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ വലിയ ടാങ്കുകളിൽ ഇടല്ലേ. പെട്ടെന്ന് തന്നെ നമുക്ക് ബ്രീഡ് ആവാൻ വേണ്ടി ചെറിയ ടാങ്കുകളിൽ ഇടുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നീട് ഇവ ബ്രീഡ് ആയതിനു ശേഷം ഇവയുടെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ തന്നെ വളരെ വേഗം വർദ്ധിക്കുവാനും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് ഇരിക്കുവാനും വേണ്ടി അത്യാവശ്യം വലുപ്പമുള്ള ടാങ്കുകളിലേക്ക് ഇടുക. ഇവയെ ബ്രീഡ് ചെയ്യുന്ന സമയത്ത് ഇവ വളരെ വേഗം തന്നെ ബ്രീഡ് ആകാൻ വേണ്ടി മാത്രമേ നമ്മൾ തീരെ ചെറിയ ടാങ്കുകൾ യൂസ് ചെയ്യാവുള്ളൂ. അല്ലാത്ത സമയങ്ങളിൽ എപ്പോഴും തന്നെ നമ്മൾ അത്യാവശ്യം വലുപ്പമുള്ള ടാങ്ക് ഇവയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇവയുടെ ഗ്രോത്തിനും കാര്യത്തിനൊക്കെ ഏറ്റവും നല്ലത്. പിന്നെ നിങ്ങൾ പ്ലാറ്റി ഫിഷിനെ ബ്രീഡ് ചെയ്യിപ്പിച്ച് സെയിൽ ചെയ്യിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അതുപോലെ തന്നെ പ്ലാറ്റി ഫിഷിനെ വളരെ വേഗം ബ്രീഡ് ചെയ്യിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിലും നിങ്ങൾ ഒരു മെയിൽ 2 ഫീമെയിൽ എന്ന റേഷ്യോയിൽ ഇവയെ ബ്രീഡിങ്ങിന് ഇടുക. അതുപോലെ തന്നെ ഇവ വളരെ വേഗം തന്നെ ബ്രീഡ് ആവാനും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയും ഹെൽത്തിയുമായിട്ടുള്ള കുഞ്ഞുങ്ങളെ ലഭിക്കുവാനും വേണ്ടി ഇവയെ ബ്രീഡിങ്ങിന് ഇടുന്ന ഒരാഴ്ച മുൻപെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ലൈഫ് ഫുഡ്സും കാര്യങ്ങളൊക്കെ തന്നെ ഫീഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് മൊയ്ന, മൈക്രോബംസ് മുതലായ ഏതെങ്കിലും ഒരു ലൈഫ് ഫുഡ് ഇവയ്ക്ക് ഒരാഴ്ച മുൻപെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫീഡ് ചെയ്യുക. പിന്നീട് ഇവ ബ്രീഡ് ആവാറാകുന്ന സമയത്ത് ഒന്നെങ്കിൽ നമ്മൾ ഇവയുടെ ടാങ്കിൽ ബ്രീഡിംഗ് ബോക്സ് സെറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ലൈഫ് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ബ്രീഡ് ആയതിനു ശേഷം ഇവയുടെ തന്നെ കുഞ്ഞുങ്ങളെ തിന്നാനുള്ള ടെൻഡൻസി വളരെയധികം കൂടുതലാണ്. പിന്നെ പ്ലാറ്റി ഫിഷ് ഒരു തവണ ബ്രീഡ് ആവുന്ന സമയത്ത് കോമൺലി നമുക്ക് 10-40 കുഞ്ഞുങ്ങളെ ലഭിക്കുന്നതാണ്. പക്ഷേ ചില പ്ലാറ്റി ഫിഷുകളിൽ നിന്ന് നമുക്ക് 10-20 കുഞ്ഞുങ്ങളെ മാത്രമേ ലഭിക്കത്തുള്ളൂ. പിന്നെ ഇവയുടെ മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡന്റിഫിക്കേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവയുടെ മെയിൽ ഫിഷ് എപ്പോഴും സ്ലിം ആയിരിക്കും, എന്നാൽ ഫീമെയിൽ ഫിഷ് അങ്ങനെ ആയിരിക്കത്തില്ല, അവ കുറച്ച് തടിച്ചിട്ടായിരിക്കും. അതുപോലെ തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡന്റിഫൈ ചെയ്തെടുക്കാനുള്ള മറ്റൊരു വഴിയാണ് ഇവയുടെ മെയിൽ ഫിഷിന്റെ അടിയിലത്തെ ഫിൻസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് കൂർത്തിട്ടായിരിക്കും, എന്നാൽ ഫീമെയിൽ ഫിഷിന്റെ അങ്ങനെ ആയിരിക്കത്തില്ല, അവയുടെ ഒന്ന് റൗണ്ട് ഷേപ്പിലായിരിക്കും കാണപ്പെടുന്നത്. നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ വളരെ എളുപ്പം തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ പ്ലാറ്റി ഫിഷിനെ ടാങ്കിൽ നമ്മൾ ഒരിക്കലും ഇവയെക്കാട്ടി വലിപ്പമുള്ള മീനുകളെയൊക്കെ കൊണ്ടിടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ മറ്റേ ആ വലിയ മീനുകളൊക്കെ തന്നെ ഇവയുടെ കുഞ്ഞുങ്ങളെയൊക്കെ തിന്നാനുള്ള ടെൻഡൻസി വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ ബ്രീഡ് ആയതിനു ശേഷമുള്ള കുഞ്ഞുങ്ങളുടെ വളർച്ചയും കാര്യങ്ങളൊക്കെ തന്നെ വളരെ വേഗം വർദ്ധിക്കാനായിട്ട് ഇവയുടെ മെയിൽ ആൻഡ് ഫീമെയിലിനെ തരംതിരിച്ച് വേറെ ടാങ്കുകളിൽ ഇടുന്നത് വളരെയധികം നല്ലതാണ്. പിന്നെ പ്ലാറ്റി ഫിഷിന് ഫുഡും കാര്യങ്ങളൊക്കെ എന്താണ് കൊടുക്കേണ്ടതെന്നും അതുപോലെ തന്നെ എത്ര തവണ ഫീഡ് ചെയ്യണമെന്നും ചോദിച്ചു കഴിഞ്ഞാൽ ഇവയ്ക്ക് ഫുഡ് 2 തവണ ഒരു ദിവസം ഫീഡ് ചെയ്യുന്നതാണ് ഇവയുടെ ഗ്രോത്ത് വർദ്ധിക്കാൻ ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഇവയ്ക്ക് എപ്പോഴും ഒരേ ഫുഡ് തന്നെ ഫീഡ് ചെയ്യാതെ പല പല വെറൈറ്റി ഫുഡുകൾ മാറി മാറി ഫീഡ് ചെയ്യുന്നതാണ് ഇവയുടെ ഗ്രോത്തിന് ഏറ്റവും നല്ലത്. കഴിവതും തന്നെ നമ്മൾ ലൈഫ് ഫുഡ്സ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ലൈഫ് ഫുഡ്സ് കൊടുക്കുന്നതിലൂടെ ഇവയുടെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ തന്നെ വളരെ വേഗം വർദ്ധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവ എപ്പോഴും നല്ല ഹെൽത്തിയും ആക്റ്റീവായിട്ട് ഇരിക്കും. പിന്നെ ഇവയ്ക്ക് റവ പോലത്തെ ക്വാളിറ്റി ഇല്ലാത്ത ഫുഡും കാര്യങ്ങളൊന്നും ഫീഡ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇതുപോലത്തെ ഫുഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവയുടെ ഗ്രോത്തിനെ അത് നല്ല രീതിയിൽ ബാധിക്കുന്നതാണ്. ഷോപ്പിൽ നിന്ന് നമുക്ക് കോമൺ ആയി ലഭിക്കുന്ന പെല്ലറ്റ് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവയ്ക്ക് കുഴപ്പം കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ എപ്പോഴും തന്നെ നമ്മൾ ഇവയുടെ ഗ്രോത്തിനും കാര്യത്തിനും ഒക്കെ വേണ്ടി നമ്മൾ മാക്സിമം ലൈഫ് ഫുഡ് തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. മൊയ്ന, മൈക്രോബംസ് മുതലായ ലൈഫ് ഫുഡ്സും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വളരെ വേഗവും എളുപ്പവും വീട്ടിൽ തന്നെ നമുക്ക് കൾച്ചർ ചെയ്യാവുന്നതാണ്. സോ അതൊക്കെ ഫീഡ് ചെയ്യാൻ സാധിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ഇവയ്ക്ക് അത് തന്നെ ഫീഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനിയും പ്രോപ്പറായിട്ട് ലൈഫ് ഫുഡ്സും കാര്യങ്ങളൊക്കെ ഒന്നും കൊടുക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ പോലും മാക്സിമം നമ്മൾ ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ലൈഫ് ഫുഡ് കൊടുക്കാൻ എങ്ങനെയെങ്കിലും ശ്രമിക്കുക. നമ്മൾ എത്രത്തോളം നല്ല രീതിയിലുള്ള ലൈഫ് ഫുഡ്സ് പോലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ തന്നെ ഇവയ്ക്ക് ഫീഡ് ചെയ്യാൻ ശ്രമിക്കുന്നു അത്രത്തോളം വേഗം ഇവയുടെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ തന്നെ വർദ്ധിക്കുന്നതാണ്. പ്ലാറ്റി ഫിഷിന്റെ വാട്ടർ ചേഞ്ചിന് കാര്യങ്ങളെ പറ്റിയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവയെ നിങ്ങൾ ഇടുന്ന ടാങ്ക് വലിയ ടാങ്കുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 1-2 മാസമൊക്കെ കൂടുമ്പോൾ വാട്ടർ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതിയാകും. കൂടുതലായി വേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ 4-5 മാസമൊക്കെ കഴിഞ്ഞ് വാട്ടർ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഫീഡും കാര്യങ്ങൾക്കൊക്കെ അനുസരിച്ചാണ് വാട്ടർ ചേഞ്ച് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ധാരാളമായിട്ട് ഇവയ്ക്ക് ഫീഡും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടാങ്കിൽ പൊതുവെ സ്വാഭാവികമായിട്ടും ധാരാളം വേസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ വന്ന് അടിഞ്ഞു കൂടുന്നതാണ്. സോ അങ്ങനെ വരുമ്പോൾ വെള്ളം വളരെ വേഗം ചീത്തയാവുകയും ഇവയ്ക്ക് പെട്ടെന്ന് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ പിടിക്കുകയും ചെയ്യുന്നതാണ്. സോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ വെള്ളം ചേഞ്ച് ചെയ്യേണ്ടതാണ്. പിന്നെ ഇവയെ വളർത്താനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വാട്ടറിൻ്റെ pH ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ pH ലെവൽ 7 ആണ്. സോ ഇത് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവയുടെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ വർദ്ധിക്കാൻ അത് വളരെയധികം സഹായകമാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ പറഞ്ഞ പോലെ ഒരു മെയിൽ 2 ഫീമെയിൽ എന്ന റേഷ്യോയിൽ ചെറിയ ടാങ്കുകളിൽ ഇവയെ ബ്രീഡിങ്ങിന് ഇടുകയും ഇവയുടെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ തന്നെ വളരെ വേഗം വർദ്ധിക്കുവാൻ വേണ്ടി ഇവയെ അത്യാവശ്യം വലുപ്പമുള്ള ടാങ്കുകളിലിട്ട് ഞാൻ പറഞ്ഞ ലൈഫ് ഫുഡ്സും കാര്യങ്ങളൊക്കെ തന്നെ പ്രോപ്പറായിട്ട് കൊടുക്കുകയാണെങ്കിലും ഇവ വളരെ വേഗം തന്നെ ബ്രീഡ് ആവുന്നതുമാണ്. അതുപോലെ തന്നെ ഇവയുടെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ തന്നെ വളരെ വേഗം വർദ്ധിക്കുന്നതുമാണ്. സോ എല്ലാവരും തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്
കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിടുക. പിന്നെ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.